തൊഴിലാളികൾക്കുള്ള മിനിമം വേതനം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഫാർമസി അസോസിയേഷൻ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ഇന്ന് പത്രസമ്മേളനം നടത്തി. സംസ്ഥാന പ്രസിഡന്റ് മനോജ് കടമ്പാട്ട്, ഞാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ മനോജ് വി മാധവൻ, സജീഷ് മംഗലം, കേരളത്തിലെ ഒരുപാട് സംഘടനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ ഫാർമസി അതുപോലെ തന്നെ മെഡിക്കൽ രംഗത്ത് പ്രൈവറ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് തൊഴിലാളികൾ കഷ്ടപ്പെടുന്നുണ്ട്. അവർ പുരുഷന്മാരാണെങ്കിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു ഇടതടവില്ലാതെ ജോലി ചെയ്യുന്ന ഒരവസ്ഥയാണ്. യാതൊരുവിധ ആനുകൂല്യങ്ങളും അവർക്കില്ല. ഒരു ചട്ടക്കൂടിനുള്ളിൽ ജീവിതം തളയ്ക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഈ പറഞ്ഞ പ്രൈവറ്റ് മെഡിക്കൽ സ്റ്റോറുകളിൽ നിൽക്കുന്ന തൊഴിലാളികൾ. അപ്പോൾ ഇവരൊക്കെ അതേപോലെ തന്നെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു തൊഴിൽ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സംഘടനയായിട്ടാണ് ഇത് നമ്മൾ ഓരോ ജില്ലകളിലും മേഖലകൾ ജില്ലാ കമ്മിറ്റികൾ കൂടി ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ കമ്മിറ്റി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒപ്പം മുഖ്യമന്ത്രിക്ക് ആരോഗ്യമന്ത്രിക്കും ഒരു നിവേദനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഒപ്പം മാധ്യമ സുഹൃത്തുക്കളുടെ സഹായം ഈ മേഖലയിലേക്ക് ഞങ്ങൾക്ക് തന്ന് സഹായിക്കണമെന്നൊരു അഭ്യർത്ഥനയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇന്നിവിടെ പത്രസമ്മേളനം വിളിക്കാനുള്ള കാരണം. ശരിക്ക് പല സ്ഥലങ്ങളിൽ ഒരുപാട് തൊഴിലാളികളുള്ള ഈ സംഘടന അവർക്ക് ഇത്രയും മണിക്കൂറുകൾ ജോലി ചെയ്താൽ പോലും പിന്നെ ഈ 10 വർഷം 20 വർഷമായിട്ടുള്ള ഈ തൊഴിലാളികൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അതുപോലെ തന്നെ മെഡിക്കൽ ആരോഗ്യ മന്ത്രിയുടെ ഭാഗത്തുനിന്നോ യാതൊരുവിധ ഒരു അവഗണന മാത്രമാണ് ശരിക്കും ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് സർക്കാരിൻ്റെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ടും സർക്കാരിന് നിവേദനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. കേരളത്തിലെ ഇപ്പോൾ ഈ സംഘടന തന്നെയാണ് ആകെ ഉള്ളൂ. ഫാർമസി കൗൺസിലിൽ ഞങ്ങളുടെ തൊഴിലാളികളുടെ ഒരു പ്രതിനിധിയും കൂടി ഉൾപ്പെടുത്തണമെന്നൊരു നിവേദനമാണ് ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ആരോഗ്യമന്ത്രിക്ക്. ഇപ്പോൾ ഞങ്ങൾ 300 ചില്ലാനം പേരാണ് ഇപ്പോൾ ഉള്ളത്. കാരണം പല ജില്ലകളിലായിട്ടാണുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മളിതിൻ്റെ യോഗം നടത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇപ്പോൾ ഇന്നിവിടെ വന്നത്. ഫാർമസിസ്റ്റ് തൊഴിലാളികൾക്കുള്ള മിനിമം വേതനം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ മെഡിക്കൽ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ മിനിമം വേതനം പുതുക്കി നിശ്ചയിച്ചു. കുറഞ്ഞത് പ്രതിമാസം 22,680 രൂപ വേതനം ലഭിക്കുന്ന തരത്തിലാണ് മാറ്റം. നിലവിൽ മിനിമം വേതനത്തേക്കാൾ കൂടുതൽ വേതനം നൽകുന്ന സ്ഥാപനങ്ങൾ അത് തുടരേണ്ടി വരുമെന്നും ഉത്തരവിലുണ്ട്. 2017 അവസാനമായി ഈ മേഖലയിൽ മിനിമം വേതനം നിശ്ചയിച്ചത്. ഏതെങ്കിലും തസ്തിക അല്ലെങ്കിൽ വിഭാഗം പ്രത്യേകമായി പട്ടികയിൽ പ്രതിപാദിച്ചിട്ടില്ലെങ്കിൽ അത്തരം ജീവനക്കാർക്ക് പട്ടികയിലെ സമാന തസ്തിക അല്ലെങ്കിൽ വിഭാഗം ജീവനക്കാർക്ക് നിശ്ചയിച്ച നിരക്കിലുള്ള വേതനം നൽകേണ്ടതാണ്. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിന് ശേഷം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും നിവേദനം നൽകിയതിന്റെ ഫലമായി അസോസിയേഷനുമായി ചർച്ച നടത്തിയതിനെ തുടർന്നാണ് തീരുമാനമുണ്ടായതെന്ന് ഫാർമസി അസോസിയേഷൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, വിജയ് ന്യൂസ്.